ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഇന്ന് രാവിലെ മരം നട്ട് എത്ര പേരുണ്ട് വീട്ടില്? മരോ ചെടിയോ എന്തെങ്കിലും? അമ്മയൊട്ട് ഫോട്ടോ. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം കുറിച്ച് അവബോധം വരുത്താനാണ് ഈ ദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി ഇല്ലായാൽ ജീവൻ നിലനിൽക്കുകയില്ല. ഓരോ ചെടി വീതം നട്ടുപിടിപ്പിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാവുക. നന്ദി. അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. 1973 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഈ തീരുമാനം എടുത്തത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ബോധവൽക്കരണം നടത്തുകയാണ് ഈ ദിനത്തിന്റെ ഉദ്ദേശം. വീടുകളിലും വഴിയരികിലും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നതാണ് നമ്മൾ ഈ ദിനത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാൻ പറ്റൂ. ഭൂമി മനുഷ്യന്റേതല്ല, മനുഷ്യൻ ഭൂമിയുടേതാണ് എന്ന സന്ദേശവുമായി ഒരു പരസ്യം കൂടി. ഭൂമി അമ്മയാണ്. മനുഷ്യൻ ശ്വസിക്കുവാൻ പ്രാണവായും ഭക്ഷണം തരുന്ന അമ്മയാണ് പ്രകൃതി. താങ്ക് യു. ബഹുമാനപ്പെട്ട HM, ആദരണീയരായ അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തർക്കും അവബോധം വരേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരേ ഒരു ഭൂമി എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ആദ്യമായി നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക എന്നതാണ് ഓരോ പരിസ്ഥിതിയുടെയും ലക്ഷ്യം. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മണ്ണ് നശിപ്പിക്കുന്ന ഒരു രാഷ്ട്രം സ്വയം നശിപ്പിക്കുന്നു. വനങ്ങൾ നമ്മുടെ ദേശത്തിന്റെ ശ്വാസകോശമാണ്. വായു ശുദ്ധീകരിക്കുകയും ജനങ്ങൾക്ക് പുതിയ ശക്തി നൽകുകയും ചെയ്യുന്നു എന്നാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പറഞ്ഞിരിക്കുന്നത്. മരങ്ങളുടെ അളവ് ഭൂമിയിൽ കൂടുന്തോറും ശുദ്ധവായുവിന്റെ ലഭ്യത കൂടുകയും മനുഷ്യർക്ക് നല്ല വായു ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് കാടുകളുടെയും ഓക്സിജന്റെയും അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം ആഗോള താപനവും ഉണ്ടാകുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരുവൻ തന്നെ തന്റെ കൂടാതെ സഹജീവികളെ സ്നേഹിക്കുന്നു എന്നാണ് തോമസ് കൂളർ പറഞ്ഞിരിക്കുന്നത്. 1970 സർക്കാർ പിന്തുണയോടെ മരങ്ങളും കാടുകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇങ്ങനെ ആളുകൾ പ്രയത്നിച്ചത് മൂലമാണ് മരങ്ങളും കാടുകളും സംരക്ഷിക്കപ്പെട്ടത്. കാലാവസ്ഥ വ്യതിയാനവും താപനില വർധനവും സുനാമികളും കൊടുങ്കാറ്റുകളും ഭൂകമ്പങ്ങളും ഉള്ള ഇക്കാലത്ത് ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരും. ഇങ്ങനെ പോയാൽ 2050 ഭൂമിയിലെ ജനസംഖ്യ വളരെയധികം വർദ്ധിക്കുകയും ശ്വസിക്കാൻ പോലും ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. പരിസ്ഥിതിയെ മാലിന്യമാക്കാൻ നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് നമ്മളും ബാധ്യസ്ഥരാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയ നല്ല പരിസ്ഥിതിനാശംസകൾ. നന്ദി, നമസ്കാരം. ഞാൻ ഇന്ന് വികൃതിയാൽ നോവിക്കുവാനായി ശ്രമിക്കരുത്.
വികൃതിയാൽ നോവിക്കുവാൻ നാം ശ്രമിക്കരുതേ. കൂട്ടരെ ഓർക്കുക, പ്രകൃതിയില്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള സത്യത്തെ അറിയുക. പ്രളയവും പ്രകൃതി ദുരന്തവും പണ്ടുനാം. പ്രളയവും പ്രകൃതി ദുരന്തവും പണ്ടുനാം. പ്രകൃതി ഇതിനുള്ള പ്രതിരോധം എന്തെന്നറിയുക. പ്രകൃതിയെ സ്നേഹിക്കണം എന്നതോർക്കുക. കാടും പുഴകളും മലകളും നമുക്ക് കാലം കരുതിയ സമ്പത്തെ നോക്കുക. ഹരിതമാം ഭൂമിയെ വേദനിപ്പിക്കാത്ത വേലകൾ ചെയ്തു നമുക്ക് നീങ്ങാം. മലകൾ നിവർന്നങ്ങോട്ടെന്നിരിക്കട്ടെ, ജലാശയങ്ങൾ നിറഞ്ഞൊഴുകിത്തുടിക്കട്ടെ. കാടും മേടും ഹരിതമായി നിൽക്കട്ടെ, മനസ്സിന്റെ നന്മകൾ പൂത്തുലങ്ങിയിടട്ടെ. നല്ല നാളേക്കായി കൈകോർത്തു നീങ്ങാം. അമ്മയാം ഭൂമിയെ കാത്തുരക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നീങ്ങാം. അമ്മയാം ഭൂമിയെ കാത്തുരക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നീങ്ങാം. അമ്മയാം ഭൂമിയെ കാത്തുരക്ഷിക്കാം. അമ്മയാം ഭൂമിയെ കാത്തുരക്ഷിക്കാം. അമ്മയാം ഭൂമിയെ കാത്തുരക്ഷിക്കാം. ഒരുമിച്ചൊന്നായി കൈകോർക്കൂ, ഒരായിരം തൈ നട്ടിടൂ. ഒരുമിച്ചൊന്നായി കൈകോർക്കൂ, ഒരായിരം തൈ നട്ടിടൂ. നട്ടു നനച്ചു വളർത്തിടൂ, നന്മ മരങ്ങൾ തീർത്തിടൂ. നട്ടു നനച്ചു വളർത്തിടൂ, നന്മ മരങ്ങൾ തീർത്തിടൂ. വെട്ടി മുറിച്ചു കളയല്ലേ, തണൽ വിരിക്കും ചില്ലകളെ. വെട്ടി മുറിച്ചു കളയല്ലേ, തണൽ വിരിക്കും ചില്ലകളെ. ഇടിച്ച് പൊടിച്ച് നിരത്തല്ലേ, ജലസംഭരണിയം കുന്നുകളെ. ഇടിച്ച് പൊടിച്ച് നിരത്തല്ലേ, ജലസംഭരണിയം കുന്നുകളെ. ഓരോ കൈകളും കോർത്തിടാം, ഒരായിരം തൈ നട്ടിടാം. ഓരോ കൈകളും കോർത്തിടാം, ഒരായിരം തൈ നട്ടിടാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കിളികൾക്കു വീടായി കൂടായി മാറുന്ന ഹരിതവൃക്ഷങ്ങളെ സ്നേഹിക്ക നാം. കാറ്റിനു കുളിരേകി മണമേകിടും, നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. കാറ്റിനു കുളിരേകി മണമേകിടും, നാട്ടുവഴികളിൽ തണലിന്നു കുടയേകിടും. അരുവിതൻ കുളിരിന്നു കൂട്ടായി നിന്നിടും, അരുമയാം മണ്ണിനെ മുറുകെ പുണർന്നിടും. മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ
മകരന്ദമൂട്ടി മധുപങ്ങളെ സ്നേഹഫലമൂട്ടി ജീവജാലങ്ങളെ അകതാരിലൂറുമീ ബോധത്തിലെന്നുമീ തരുനിരകളെ തൊഴുക നിത്യവും നാം.